ഹായ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഇന്ന് സഫലമായിട്ടോ. അപ്പോൾ രാവിലെ 5 മണിയായപ്പോൾ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്തോറും മഞ്ഞും ഒരു മൂടിയ ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്, മഴയൊന്നും നമുക്ക് ഉണ്ടാവല്ലേ, അടിപൊളിയായിട്ട് ട്രിപ്പ് പോയി വരാൻ പറ്റണേന്ന്. അപ്പോൾ അങ്ങനെ കുതിരാനൊക്കെ കയറി ഞങ്ങളെ ട്രിപ്പ് ഇങ്ങനെ അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കണായിരുന്നു. പിന്നെ എല്ലാരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയിൽ നല്ല സംസാരവും തമാശയും പാട്ടൊക്കെ ഇട്ട് നല്ല ജോളിയായിട്ട് തന്നെ ഇരുന്ന ട്രിപ്പ് പോയിക്കൊണ്ടിരുന്നേ കേട്ടോ. അപ്പൊ ഞങ്ങൾ പാലക്കാട് എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 8 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആയി തുടങ്ങി. അങ്ങനെ നേരെ ഞങ്ങള് ശരവണ ഭവനിലേക്കാണ് പോയത്. അപ്പൊ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ട ഓരോരോ സാധനങ്ങളൊക്കെ പറഞ്ഞ് കഴിച്ചു. നെയ് റോസ്റ്റ്, പൂരി മസാല, അങ്ങനെ ഓരോ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ച് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വയല് പച്ചപ്പൊക്കെ കണ്ടിട്ട് പിന്നെയും നമ്മുടെ യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ യാത്രയൊക്കെ അങ്ങനെ തുടർന്ന് പിന്നെ നമ്മള് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തമിഴ്നാട്ടിലോട്ട് കയറിയതും പെട്ടെന്ന് ക്ലൈമറ്റും അറ്റ്മോസ്ഫിയർ ഒക്കെ ഫുൾ അങ്ങ് ചേഞ്ച് ആയി. പിന്നെ ഫുള്ള് നല്ല വെയിലും അവിടെ ഒന്നും മഴയില്ല. നല്ല വിൻമില്ലിന്റെ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് മേക്കൊക്കെ കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ടിരിക്കണായിരുന്നു. അത്രയും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചൂട്, മഴയേ ഇല്ലായിരുന്നു. അത് കാരണം നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കിലോമീറ്റേഴ്സോളം ഇങ്ങനെ വിൻമില്ലിന്റെ വ്യൂ ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോ പിന്നെ ദൂരെ നിന്ന് ഇങ്ങനെ പഴനിമല കാണാമായിരുന്നു കേട്ടോ. പിന്നെ കുറെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ മല തന്നെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാവേ. ലാസ്റ്റ് അതിന്റെ ഫ്രണ്ടിലൂടെ ടേൺ ചെയ്താണ് നമ്മള് കൊടൈക്കനാലിലേക്കുള്ള റൂട്ടിലേക്ക് കയറുന്നത്. പിന്നെ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ യാത്ര ഇങ്ങനെ പൊക്കോണ്ടേയിരുന്നു. അവിടെ എത്തുമ്പോൾ പിന്നെ ഫുള്ള് മരങ്ങളും നല്ല തണലൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ അങ്ങോട്ടുള്ള യാത്ര അധികം വെയിലൊന്നുമില്ല, ഫുള്ള് തണലൊക്കെ ആയിട്ട് നല്ലൊരു ഗ്രാമത്തിൽ കൂടെ പോകുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അവിടെ കൂടി പോകുമ്പോ കേട്ടോ. അപ്പൊ നമ്മൾ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോ വീണ്ടും അതുപോലത്തെ ഒരു ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തിട്ടുണ്ടായി. ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇനി അങ്ങോട്ട് മല കയറാൻ പോവാണ്. അപ്പൊ ഞാനും ജാനി വേഗം ഫ്രണ്ടിലേക്ക് പിന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ നല്ല വ്യൂ കിട്ടുമല്ലോ. അങ്ങനെ ഇപ്പഴാണ് ശരിക്കും യാത്രയുടെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി വരുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ മല കയറാൻ തുടങ്ങി. അപ്പൊ നിറയെ താഴേക്ക് നോക്കുമ്പോ കോടകളും അങ്ങനത്തെ ഓരോ വ്യൂസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മ താഴത്തുനിന്ന് കണ്ട കാഴ്ചകളൊക്കെ മേലിൽ പോയിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പൊ കുറെ ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ മലയുടെ ഒരു പകുതി ആയപ്പോഴേക്കും നമ്മള് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി എല്ലാരും ഒന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നും നല്ല വ്യൂ താഴത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് കുറെ പിക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ നേരം പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയപ്പോൾ ഒരു ചെറിയ വാട്ടർഫോൾസ് കണ്ടു. അപ്പൊ നമ്മൾ അവിടെ കുറച്ചു നേരം നിന്നിട്ട് പിന്നെയും നമ്മൾ പോയി. അങ്ങനെ ലാസ്റ്റ് കൊടൈക്കനാൽ ടൗണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ ഇത്രയും നേരത്തെ നമ്മുടെ യാത്രകൾക്ക് ശേഷം പിന്നെ ടൗണിലേക്ക് എത്തിയപ്പോഴാട്ടോ കുറച്ച് ഒച്ചയും ബഹളവും ആൾക്കൂട്ടവും ഒക്കെ കണ്ടത് അവിടെ എത്തിയപ്പോഴായിരുന്നു. അപ്പൊ അവിടെ നല്ല വെയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങള് നേരെ റൂം എടുത്തിട്ടുണ്ടായത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു റൂം. അപ്പൊ അവിടെ ചെന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. റൂമിൽ നോക്കുമ്പോൾ വ്യൂ നേരെ സ്റ്റാൻഡാട്ടോ താഴേക്ക്. അപ്പൊ അവിടെ എത്തി നമ്മൾ ബാഗൊക്കെ വെച്ച് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂമിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോ അവിടെ ചെന്ന് കയറി എല്ലാവരും അപ്പൊ തന്നെ മെനു ഒക്കെ നോക്കി കുറെ നേരം ഇരിക്കുന്നുണ്ടായിരുന്നു, എന്തോ ഓർഡർ ചെയ്യണം എന്നൊക്കെ. ജാനിയൊക്കെ ഭയങ്കര കാര്യമായിട്ട് മെനു നോക്കണായിരുന്നു കേട്ടോ അവിടെ ചെന്ന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര നേരം നോക്കിയാലും ലാസ്റ്റ് എപ്പോഴും ഓർഡർ ചെയ്യാറുള്ള പോലെ എല്ലാരും ചിക്കൻ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാനി മാത്രം അവള് വെറൈറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് എടുത്തു. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബിരിയാണി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിരിയാണിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ പോലെ അല്ലോ, കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു. അവൾക്ക് അവളുടെ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് എല്ലാരും നല്ല വിശപ്പൊക്കെ അടുന്ന ശേഷം പിന്നെ അവിടുന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
എപ്പോഴും റീൽസിലൊക്കെ കണ്ട് വൈറലായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായത്. ഫേമസ് ആയിട്ടുള്ള ഒരു പേസ്ട്രി ഷോപ്പ്. അവിടെ പോകാൻ എന്തായാലും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചെന്നപ്പോഴേ നല്ല തിരക്കാണ്. ഞങ്ങക്ക് ഒരു സാമ്പിളായിട്ട് ചെന്നപ്പോ തന്നെ നല്ല ചൂട് ബ്രൗണിയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കുന്നവർക്ക്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അതുമായിട്ട് ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോ ഇനി അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായത്. സംഭവം എന്തിനാ ഇത്ര റീലിൽ ഇത്ര ഹൈപ്പ് കൊടുക്കണേന്ന് അറിയില്ല. നല്ല പുളിയായിരുന്നു ബട്ടറിനൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കേക്ക് തിന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടിയ കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രീറ്റിലൂടെ കുറെ ദൂരം ഇങ്ങനെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിട്ട് നേരെ എത്തിയിട്ടുണ്ടായിരുന്നത് ബ്രയാൻ പാർക്കിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ കാണാൻ വന്നിട്ടുള്ള പ്ലേസ് ഇതായിരുന്നു കേട്ടോ, കൊടൈക്കനാൽ എത്തിയിട്ട്. അപ്പൊ ഇവിടുന്ന് നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വ്യൂ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഫ്ലവേഴ്സും നല്ലൊരു ഗാർഡൻ സെറ്റപ്പ് ആയിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാം, കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ അവിടെ കുറെ ഫോട്ടോസ് എടുത്തു തരാൻ ആൾക്കാരുണ്ടാവും കേട്ടോ. അവരൊക്കെ നമ്മുടെ പുറകെ നടക്കും ഫോട്ടോസ് എടുത്തു തരണം എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായത് നമ്മുടെ ഫോണിൽ തന്നെയാണ് എല്ലാ ഫോട്ടോസും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിലൂടെ കുറെ സമയം ഇങ്ങനെ നടന്ന് പിന്നെ എല്ലാരും ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് ഇത്രയും നടന്നല്ലേ, അപ്പൊ എല്ലാരും പെട്ടെന്ന് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കാൻ ഇരുന്നപ്പോഴേക്കും പുറത്ത് നല്ല ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു, നല്ല ഡ്രിസ്ലിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. അപ്പൊ അവിടെ ഇരുന്ന് അതൊക്കെ കുറച്ചു നേരം ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് അതൊക്കെ മാറി ഞങ്ങൾ വീണ്ടും നടക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഗാർഡനൊക്കെ കറങ്ങി ചെല്ലുമ്പോ പിന്നെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ. ഇവിടെ കുറെ നേരം സംസാരിച്ചിരുന്ന് നടന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ആ ഫോട്ടോസൊക്കെ ഞാൻ സൈഡിൽ ഇങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കാവേ. അപ്പൊ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഇവിടെ നല്ല രസമായിരുന്നു ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇങ്ങനെ അധികം വെയിലില്ല, നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പിന്നെ അതേ കുറെ ഇങ്ങനെ ബേർഡ്സ് ഉള്ള ഒരു നെസ്റ്റ് കണ്ടു. അവിടെയും കുറെ നേരം വീഡിയോസ് ഒക്കെ എടുത്ത് നിന്ന് പല പല കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതൊക്കെ കുറച്ചു നേരം വീഡിയോസ് ഒക്കെ എടുത്ത് നിന്ന് പിന്നെ അവിടുന്ന് നമ്മൾ പോകുമ്പോൾ അടുത്ത ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് പിള്ളേർക്കുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു. അപ്പൊ ജാനി അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഏരിയ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരുമ്പോൾ ആ ഗ്രൗണ്ടിന്റെ അവിടെ തന്നെ വീണ്ടും എത്തും. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള അടുത്ത കോക്കോസ് വാക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വോക്ക് വേ പോലത്തെ ഒരു ഏരിയ ആണ്. കുറെ ഇങ്ങനെ നടന്ന് പോവാം. സൈഡിലേക്ക് നോക്കുമ്പോൾ കുറെ വ്യൂ പോയിന്റ് ഒക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ ചെന്നപ്പോ നല്ല കോട മൂടി നിന്നിട്ട് താഴേക്ക് ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ കുറെ നേരം അവിടെ നിന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പൊ കുറച്ചേരം ഇങ്ങനെ നടന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെന്നപ്പോ ഇങ്ങനെ ഇരുന്നേച്ചത്, നമുക്കൊന്നും താഴേക്ക് നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ സൈഡിലെ കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ച് ഫോട്ടോസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ കോടയൊക്കെ അങ്ങ് പതിയെ മാറി തുടങ്ങിയിട്ടുണ്ടാട്ടോ. ഇത് ഇങ്ങനെ നീങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോ പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഞങ്ങള് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിരുന്നു. ഈ മൗണ്ടൻസ് ഒക്കെ ഇങ്ങനെ നിൽക്കണു. അതിന്റെ ഇടക്കൂടെ ഫുള്ള് താഴേക്ക് നോക്കുമ്പോ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ടൗൺ പോലെ താഴേക്ക് നോക്കുമ്പോ നല്ലൊരു വ്യൂ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ കൊടൈക്കനാലിന്റെ ആ ക്ലൈമറ്റിന്റെ ഭംഗിയൊക്കെ ഇവിടെ നിന്ന് ശരിക്കും ഞങ്ങള് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോ ഞങ്ങള് റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. എല്ലാം പുറത്തുനിന്ന് വാങ്ങിയിട്ട് റൂമിൽ കൊണ്ടുവന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൊടൈക്കനാലിന്റെ ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെ നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സെക്കൻഡ് ഡേ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.